ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. ഇത് നല്ല മഴക്കാറുള്ള ഒരു ദിവസമാണ്. മോർണിംഗ് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. 6 മണിക്ക് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല മഴക്കാറുണ്ട്. ഞങ്ങളുടെ ബാക്ക് വാട്ടേഴ്സ് നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഫ്രണ്ടിലത്തെ നമ്മുടെ പറമ്പാണ്. രാവിലത്തെ തന്നെ പണി, ആദ്യം തന്നെ പാല് വെച്ചിട്ടുണ്ട്. പാല് വെക്കും, അപ്പം അതിന് ശേഷം ചായ വെക്കും. ഞാൻ ചായ അങ്ങനെ വല്ലപ്പോഴേ കുടിക്കുള്ളൂ. ഹസ്ബൻഡാണ് ഇവിടെ കൂടുതൽ ചായ കുടിക്കുക. മോനും ചായ കുടിക്കും. മോളും ഞാനും അങ്ങനെ കുടിക്കാറില്ല. അവർക്ക് രണ്ടുപേർക്കുമാണ് കൂടുതൽ ചായ വെക്കുന്നത്. പിന്നെ എനിക്കൊരു ഹെൽപ്പർ ഉണ്ട്, ആ കുട്ടിക്കും വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇത് റൈസാണ്. പിന്നെ ഇന്ന് പുട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ പുട്ടിന് വേണ്ടിയിട്ട് ചെറുപയർ ആണ്, ഗ്രീൻ ഗ്രാം അത് കുക്കറിലിട്ടിട്ടുണ്ട്. പിന്നെ അത് ഒരു ഈസി ആയിട്ടുള്ള ഒരു ചെറുപയർ കറി കേട്ടോ. ജസ്റ്റ് ഗ്രീൻ ഗ്രാം നന്നായിട്ട് കുക്ക് ചെയ്യുക. ദെൻ നമ്മുടെ സവാളയും പിന്നെ പച്ചമുളകും കറി ലീവ്സ് ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് ഈ കുക്ക്ഡ് ഗ്രീൻ ഗ്രാം കുറച്ച് നമുക്ക് വേണ്ടത്ര വെള്ളം ഒഴിച്ചിട്ട് കൺസിസ്റ്റൻസി ഇട്ടിട്ട് ഒഴിക്കുക, ഉപ്പിടുക, അത്രയേ ഉള്ളൂ. പിന്നെ ഒന്ന് തിളപ്പിച്ചിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഭയങ്കര ഈസിയാണ്. ചില ആൾക്കാർ കോക്കനട്ടൊക്കെ അരച്ച് ചേർക്കും, പക്ഷേ ഞാൻ ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് രാവിലെ ഭയങ്കര തിരക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ എനിക്ക് 9 o'clock ആകുമ്പോഴേക്കും ഫിനിഷ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ കോംപ്ലിക്കേറ്റഡ് പണിക്ക് പോകാറില്ല. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ചെയ്യാറ്. ഇത് പിന്നെ പുട്ടാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചിരട്ടപ്പുട്ടിൻ്റെയാണ് ഉള്ളത്. മറ്റേതുണ്ട്, പക്ഷേ കൂടുതൽ ഇത് ഉണ്ടാക്കുക. പപ്പടം ഉണ്ടായിരുന്നു. അതായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതിനുശേഷം ഹസ്ബൻഡിന് കൊണ്ടുപോകാനുള്ള ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി ഫിഷ് ഫ്രൈ ഉണ്ടാക്കുകയാണ്. ഇത് വന്നിട്ട് നമ്മുടെ ഡ്രം സ്റ്റിക്ക് തോരനാണ്. ഞങ്ങളുടെ പറമ്പിലുണ്ടായതാണ്. ഡ്രം സ്റ്റിക്ക് നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ട് ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ട് അത് സാധാരണ തോരൻ ഉണ്ടാക്കുന്ന പോലെ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയിലാണ് കേരള ഫുഡ് ഉണ്ടാക്കുക, നമ്മുടെ നാടൻ ഫുഡ്. മറ്റ് ഇത് ഒക്കെ നോർത്ത് ഇന്ത്യൻ ഫുഡ് അങ്ങനെയൊക്കെ ഓയിലുണ്ടാക്കും. ഇനി മറ്റേ നമ്മുടെ മസ്റ്റർഡ് ഇട്ടു, കടുകിട്ടു, പിന്നെ ഉഴുന്ന് പരിപ്പ്, പിന്നെ ചുമന്ന മുളക്, വേപ്പില. ഇതാണ് ആക്ച്വലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. സോ സിമ്പിളാണ് ആക്ച്വലി. ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയുകയാണേ, ഞാൻ ആക്ച്വലി ഉഴുന്നുപരിപ്പ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഉഴുന്നുപരിപ്പ് ഇടാൻ ഇത്തിരി സമയം എടുക്കണം. അതായത് ഉഴുന്നുപരിപ്പ് ഇട്ട് അതിനുശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടി വന്നിട്ട് ഫ്രൈ ആവട്ടെ. ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഡ്രം സ്റ്റിക്ക് ഇടാം. ഡ്രം സ്റ്റിക്ക് മുരിങ്ങാക്കോല് ഞാൻ ആക്ച്വലി ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഉള്ളിലേക്ക് എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ആക്ച്വലി ഉപ്പിടണം. ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതങ്ങോട്ട് പിടിച്ചോളും. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇട്ട ഈ ഡ്രം സ്റ്റിക്കിലേക്ക് കയറില്ല. പിന്നെ ഒരു അരയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചതയ്ക്കാൻ പച്ചമുളക്, തേങ്ങ, ഉള്ളിയൊക്കെ കൂടി ചതച്ചു. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ചതയ്ക്കുന്നതിൻ്റെ കൂടെ. എന്നിട്ട് അതങ്ങോട്ട് കൂട്ടുക. ജസ്റ്റ് വെള്ളമൊന്നും ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാണ്ട് തന്നെ ഡ്രം സ്റ്റിക്ക് പെട്ടെന്ന് കുക്ക്ഡ് ആവും കേട്ടോ. അതിനുശേഷം ഇതിങ്ങനെ ഒടിക്കുക, ഉപ്പ് നോക്കി ഉപ്പ് ചേർക്കുക. ഉപ്പ് ഓക്കെയാണ്, പെർഫെക്റ്റ്, കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു തോരനാണ്. പിന്നെ ഇത് ഹസ്ബൻഡിൻ്റെ ലഞ്ചാണ്. ലഞ്ച് ചോറ്, ഫിഷ് ഫ്രൈ, പിന്നെ ഡ്രം സ്റ്റിക്ക് തോരൻ, പിന്നെ ഒരു രസം ഉണ്ട് കേട്ടോ. രസം ഞാൻ വെച്ചിട്ടുണ്ട്. രസത്തിൻ്റെ റെസിപ്പി വേറെ വീഡിയോയിൽ ഇടാമേ. ഇതൊക്കെ സിമ്പിൾ കറികളാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. എനിക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അറിയില്ല. ഇതൊരു ഈവനിങ് ആണ്, അന്നത്തെ സെയിം ഡേയിലത്തെ ഈവനിങ് ആണ്. ഞങ്ങളുടെ ആ ഒരു ബാക്ക് വാട്ടേഴ്സിൻ്റെ വ്യൂ ആണ്. എനിക്ക് പെട്ടെന്ന് നന്നായിട്ട് കിട്ടിയപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ആക്ച്വലി ഭയങ്കര ഭംഗിയാണേ. അപ്പോൾ നല്ല രസമായിട്ട് ക്യാമറയിൽ എടുത്താണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. താങ്ക് യു, ബൈ ബൈ.